മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഏജാതി പരാജയമാണ് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. തന്റെ ഒപ്പം ഒരു കൊലപാതക കേസിലെ പ്രതി ഇലക്ഷൻ പ്രചരണത്തിന് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്റെ ഒപ്പം നടന്ന കൊലപാതക പ്രതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കൊടുത്ത മറുപടിയാ. നിങ്ങളതൊന്നും കേട്ടു. എനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ എന്റെ ചുറ്റും ഏകദേശം ഇത്ര ആൾക്കാർ നിൽക്കുന്നില്ലേ, ഇതിൽ ആരൊക്കെ എന്തൊക്കെ ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ചിലപ്പോൾ ഈ സ്റ്റില്ല് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാല് നാളെ നിങ്ങൾ ഇതിനകത്ത് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നാളെ പറഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ നടക്കാം, ഇതിനകത്ത് ഒരാൾ നടന്നാലും അതെ, നടന്നതിന്റെ സ്റ്റില്ലാണത്. അതെ, തൊട്ടടുത്താണ് ഇവരൊക്കെ. എനിക്ക് ഇദ്ദേഹത്തിനെ അറിയില്ല, നിങ്ങൾ കേട്ടില്ലേ? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു മറുപടി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തന്റെ ഒപ്പം ഏതെങ്കിലും ഒരു കൊലപാതക കേസിലെ പ്രതി ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നതിന് പകരം എന്താ പറയുന്നത്? എന്റെ ഒപ്പമുള്ള ആരും എനിക്കറിയൂല, ഇത് കണ്ടില്ലേ, ഇയാളേതാ അറിയൂല, അപ്പുറത്ത് കണ്ടില്ലേ, ഇയാളേതാ അറിയൂല. അതായത് ഞാൻ ഈ പിഷാരടി കരുതുന്നത് സിനിമ പോലെയാണ് രാഷ്ട്രീയമെന്ന. അങ്ങനെയല്ല പിഷാരടി. ഈ ഡയലോഗ് കേൾക്കുമ്പോ ആളുകൾ സിനിമയാണെങ്കിൽ കൈയടിക്കും. എന്റെ ഒപ്പമുള്ള ആരാന്നൊന്നും അറിയൂല, ഞാൻ നായകനാണ്, ഞാൻ ഒറ്റക്ക് മതി, ഒപ്പമുള്ളവരൊക്കെ വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് സിനിമയിൽ ആരെങ്കിലും കൈയ്യടി. ഇത് പൊളിറ്റിക്സ് ആണ്, ജനസേവനാണ്. തന്റെ ഒപ്പം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചുറ്റിനുമുള്ള ആളെ കുറിച്ച് ഉളുപ്പില്ലാതെ പറയാ ഇയാളേതാ എനിക്കറിയൂല, ഇപ്പുറത്ത് നിൽക്കുന്ന ആള് മുൻകാലങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് അറിയൂല. ഇത് എജാതി അപമാനിക്കൽ. ഒപ്പം വോട്ട് ചോദിക്കാൻ രംഗത്തിറങ്ങുന്ന ഒപ്പമുള്ള ആളുകളെ അറിയൂല. പിന്നെ ഈ കൊലപാതക കേസിലെ പ്രതി ഒപ്പം നടന്നു എന്നൊക്കെ പറയുന്ന ആ പ്രതി ക്ഷേത്രത്തിൽ പോയ സമയത്തുണ്ട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ തന്നെ പിഷാരടിക്കൊപ്പമുണ്ട്. വെറുതെ ഒന്നുമല്ല മാധ്യമങ്ങൾ വന്നിട്ട് കൊലപാതക കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. ഇത് ഈ സിനിമാ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴും പിഷാരടി ഈ രംഗത്തേക്ക് ഇറങ്ങിയില്ല. തൻ്റെ കൂടെയുള്ള പ്രവർത്തകരെ ഒരു യഥാർത്ഥ നേതാവ് ഒരിക്കലും കൈവിടൂല. ഈ പ്രവർത്തകരെ കൂട്ടിപ്പിടിക്കുന്ന ആളുകൾക്ക് സാധാരണ ജനങ്ങളെ കൂട്ടിപ്പിടിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇടതാണെങ്കിലും വലതാണെങ്കിലും NDA ആണെങ്കിലും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണുന്നതൊക്കെ തന്നെ. ഇത് ഒപ്പം തനിക്കൊപ്പമുള്ള ആളുകൾ ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, ഇപ്പുറത്തെ ആൾ എനിക്കറിയില്ല. ആരെ അറിയാത്ത പിഷാരടിയെ പാലക്കാട്ടെ ജനത എന്തിനറിഞ്ഞ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ? നാളെ ഇതേ സിനിമ തഗ്ഗും ഡയലോഗും ആയിട്ട് വരും. പാലക്കാട്ടുകാർ എന്നെ ജയിപ്പിച്ചു, ഇനി ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകണ്ടാതെ, അതൊക്കെ അങ്ങ് പോയിക്കോളും. ആ രീതിയിലേക്ക് പിഷാരടി പറയും. പീഡനത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് എന്താ പറഞ്ഞത്? അത് നിങ്ങൾ കേട്ടു എന്നുള്ളതാണ്. ഇതെല്ലാം എപ്പോഴും പറയുന്നത് പോലെ വ്യക്തിപരമായി ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്തമോ അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമോ ഒക്കെ നമ്മളെ സംബന്ധിച്ച് എത്ര കണ്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ കേട്ടില്ല, ഒന്നിലും ഒരു അഭിപ്രായം പറയേണ്ടതില്ല, ഒന്നിലും ഉത്തരവാദിത്തമുള്ള പീഡനം പോലും വ്യക്തിപരമായിട്ട് കൊടുക്കുക. ഏത് ഈ സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട പീഡന വിഷയത്തിൽ അഭിപ്രായം ചോദിക്കും, ഞാൻ അതിലൊക്കെ അഭിപ്രായം പറയണോ? അതൊക്കെ എന്ന് മുതലാണ് പീഡനം വ്യക്തിപരമാക്കി കൊടുത്തത്? ഒരു ജനപ്രതിനിധിയാവാൻ പോകുന്ന ആളാ. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണോ? ജനങ്ങളുടെ ശബ്ദം, പ്രത്യേകിച്ച് പാലക്കാട്ടെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉത്തരവാദിത്തങ്ങൾ അധിക. കാരണം മുൻ MLA, അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയത് തന്നെ ഇതേ വിഷയത്തിലാണ്. അതേ വിഷയത്തിൽ മറ്റൊരു വിഷയം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് സ്വാഭാവിക. അപ്പൊ അത് വ്യക്തിപരമാക്കിയിട്ട് പീഡനം പോലും വ്യക്തിപരമാക്കി കൊടുത്തിട്ടുണ്ട് UDFന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ട്. എനിക്ക് അഭിപ്രായം, ഞാൻ എന്തിനാ അതിലൊക്കെ? അതെ, കൊലപാതക പ്രതിയെ കുറിച്ച് ചോദിച്ചാൽ കൊലപാതക കേസിലെ പ്രതിയെ കുറിച്ച് അത് എനിക്കിന്റെ കൂടെ ആരെയും അറിയില്ല. ഇതൊക്കെ സിനിമയിൽ ആരോ കൈയടിക്കും. പൊതുപ്രവർത്തനം ഇങ്ങനെയല്ല വിചാരണ. ജനം ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. ഒരു വിഷയം നടന്നാൽ അതിനെക്കുറിച്ചൊരു മറുപടി പറയണോ? ഒരു മറുപടിയില്ല. അതിനെതിരെ ശുഭിതനാവും. ഇനി പീഡനത്തെ കുറിച്ച് ചോദിച്ചാൽ അതിൽ ഒന്നിലും ഒരു ഉത്തരവാദിത്തമില്ല. നാളെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും അത് ജനങ്ങളെ ബുദ്ധിമുട്ടല്ല, ഞാൻ എന്തിന് അഭിപ്രായം പറയണമെന്ന് ഇയാളൊക്കെ MLA ആയാലും ചോദിക്കുമെന്നുള്ളതിൽ ഒരു തർക്കം ആർക്കും വേണ്ട. അതേസമയം മറ്റൊരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവര് ജനങ്ങളോട് പറയുന്ന എന്താണ് അവരുടെ രാഷ്ട്രീയമെന്ന് നിങ്ങളൊന്ന് കേട്ടു. നമ്മൾ ആരോഗ്യ മാനിഫെസ്റ്റോ ഉറപ്പു നൽകിയതുപോലെ തന്നെ ഒരു ജെൻസി മാനിഫെസ്റ്റോയും നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവിടെ 25,000 രൂപയുടെ സ്കോളർഷിപ്പ് +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾക്ക് നൽകണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക്
അവർ +2 കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് വാങ്ങുക എന്നുള്ളത് വലിയ ഒരു കടമ്പയാണ്. പഠനാവശ്യങ്ങൾക്കായി ലാപ്ടോപ്പ് വാങ്ങാൻ 10,000 രൂപയുടെ സബ്സിഡി നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ നൽകും എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. നിങ്ങൾക്ക് നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 100 GB ഡാറ്റ സൗജന്യമായി നൽകും എന്നുള്ള പ്രഖ്യാപനം ഞാൻ വാക്കാക്കി മാറ്റുന്നു. നിങ്ങൾ കേട്ടില്ലേ? ശോഭാ സുരേന്ദ്രനോട് പോയിട്ട് ഒരു കൊലപാതക കേസിലെ പ്രതിയെ കുറിച്ച് പറഞ്ഞാൽ അടുപ്പിക്കരുത് എന്ന് ഒരു സംശയവുമില്ലാതെ പറഞ്ഞിരിക്കൂ. അല്ലാതെ ഞാനറിയില്ല, ഞാനേതാന്നറിയില്ല, ഒപ്പുള്ള ആളേതാന്നൊന്നുമില്ല. ഇനി ഒരു പീഡന വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ നീതിക്ക് വേണ്ടി ഇരയോടൊപ്പം മരണം വരെ നിൽക്കുമെന്നും ശോഭാ സുരേന്ദ്രന് പറയാൻ ഒരു മടിയുമില്ല. അവരത് തുറന്നു പറയും, ഒരു സംശയവുമില്ല. അതിന് ആരാണെങ്കിലും അതിനെ എതിർത്തങ്ങ് നട്ടല് നിവർത്തി ശോഭാ സുരേന്ദ്രൻ പറയൂ. അല്ലാതെ ഇതിന് ഞാൻ അഭിപ്രായം പറയണോ, അത് വ്യക്തിപരമാക്കണോ, ഇതൊന്നും ശോഭാ സുരേന്ദ്രന്റെ വാക്കൊന്നും വരില്ല. ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമാണ്. പാലക്കാട് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, നീതിയുടെ രാഷ്ട്രീയമാണ് ശോഭാ സുരേന്ദ്രൻ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾ തന്നെ കേട്ടില്ലേ, വളരെ വ്യക്തമായിട്ട് വികസനത്തിന്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഉൾപ്പെടെ അതിന് 10,000 രൂപയുടെ സഹായം ഉൾപ്പെടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിക്കുക. ആരോഗ്യ മേഖലയെ കുറിച്ച് പ്രഖ്യാപനങ്ങൾ പുറത്തു വരിക. മറ്റൊരു പരസ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുള്ളൊരു സുന്ദരമായ പരസ്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവരുടെ ഒരു വാഗ്ദാനമാണ്. PSC, UPSC, SSC പരീക്ഷകളിൽ ഉയർന്ന സ്കോർ നേടിയവർക്ക് മാസത്തിൽ 3,500 സ്റ്റൈപ്പൻഡ്. രണ്ടാം ശ്രമത്തിനാണ് കേട്ടോ. മാസത്തിൽ 3,500 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കുമെന്ന്. ഇതൊക്കെ എത്ര സുന്ദരമായ വാഗ്ദാനമാണ്. ഇതൊക്കെയല്ലേ പാലക്കാട്ടെ ജനത സ്വീകരിക്കുക? അതായത് ശോഭാ സുരേന്ദ്രന്റെ വികസനങ്ങളെ കുറിച്ച്, അവിടുത്തെ ആരോഗ്യ മേഖലയെ കുറിച്ചൊക്കെ വലിയ കാഴ്ചപ്പാടും വലിയ രീതിയിൽ ആരോഗ്യ മേഖലയെ മാറ്റുമെന്നുള്ള പ്രഖ്യാപനം വന്ന് അവിടെ ജെൻസി പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ലാപ്ടോപ്പ് ഉൾപ്പെടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൃത്യമായി ഇനി ഉദ്യോഗാർത്ഥികളെ പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് UPSC, PSC ഒക്കെ ആയി ബന്ധപ്പെട്ട് രണ്ടാം ശ്രമത്തിന് ഉയർന്ന മാർക്കുള്ള വലിയ രീതിയിലുള്ള അവർക്ക് 3,500 രൂപ സ്റ്റൈപ്പൻഡ് മാസത്തില്. അങ്ങനെ ഓരോ മേഖലയും എണ്ണി ശോഭാ സുരേന്ദ്രൻ ജനങ്ങളിലേക്ക് വാഗ്ദാനം കൊടുക്കുക. അതൊക്കെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുക. പീഡനത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനെതിരെ ശക്തമായി നീതിയുടെ ശബ്ദമാവാൻ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവും. ഒരു കൊലപാതക പ്രതിയെ കുറിച്ച് ചോദിച്ചാൽ അതിനെതിരെയും ശക്തമായിട്ട് ശബ്ദിക്കാൻ ഒപ്പമുള്ള ആളെ ചൂണ്ടിയിട്ട് ആ രീതിയിലുള്ള ഡയലോഗിലേക്ക് പോയില്ല പിഷാരടിയെ പോലെ. ഈ പിഷാരടിക്ക് ഈ പറയുന്ന പാലക്കാട്ട് എന്താ വാഗ്ദാനം കൊടുത്തത്? ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, ഞാൻ ജയിച്ചാൽ സിറ്റിംഗ് MLA ചെയ്തൊക്കെ തുടരും. യജാതി ദുരന്താണ് ഈ പിഷാരടിയൊക്കെ. ഈ പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ദിവസങ്ങളേ ഉള്ളൂ, മണിക്കൂറുകളേ ഉള്ളൂ വോട്ടെടുപ്പിന്. ശോഭാ സുരേന്ദ്രനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ടെ ജനത ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാ പാലക്കാട്ട് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങള്. പിഷാരടിക്കൊക്കെ ബോധമുള്ള ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കുമോ?